ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രേക്ഷകരിൽ നിന്ന് അനുദിനം എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ലഭിക്കാറുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ നോട്ടീസ് ചെയ്ത ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2-3 ആഴ്ച കാലമായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബാരിഷ് ട്രെൻഡിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാരണങ്ങളാൽ നമ്മുടെ പല ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ടുകളിലും ഷെയർ മാർക്കറ്റിലും നിക്ഷേപം നടത്തിയ പല ഇൻവെസ്റ്റേഴ്സും അണ്ണാപ്പിയാണ്. ബേസിക്കായിട്ട് അവർ പറയുന്ന റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന കുറേ അധികം NFOകളുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ ന്യൂ ഫണ്ട് ഓഫറുകളിൽ ഒട്ടനവധി വ്യക്തികൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും NFOകളിലും മറ്റും നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ പല ഇൻവെസ്റ്റേഴ്സും തെറ്റായിട്ട് ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം, കമ്പനികളുടെയും മറ്റും IPOകളിൽ നിക്ഷേപം നടത്തുമ്പോൾ അത് ലിസ്റ്റിംഗ് ഡേയിലോ അതിന് അനുബന്ധിച്ചുള്ള ട്രേഡിംഗ് ഡേയിലോ അവർക്ക് പല സമയങ്ങളിലും ഭീമമായിട്ടുള്ള ലാഭം ലഭിക്കാറുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളുടെ NFOകളിലും നിക്ഷേപം നടത്തിയാൽ ഈ ഫണ്ട് റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് അമിതമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ലഭിക്കുമെന്നുള്ള തെറ്റായ വിശ്വാസത്തോടെയാണ് പല വ്യക്തികളും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത്. ായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള അവയർനെസ് ഇനിയും വർദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളിലൂടെ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ഷെയർ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കുറിച്ചും മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന 960-ൽ കൂടുതൽ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ആവശ്യമുള്ള വ്യക്തികൾ ഇത് യൂസ് ചെയ്യുന്നില്ല. ഈ യൂട്യൂബ് ചാനലിൻ്റെ മുഖ്യമായിട്ടുള്ള ഉദ്ദേശം സാധാരണക്കാരായിട്ടുള്ള കേരളീയരായിട്ടുള്ള വ്യക്തികളെ മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച്, ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കുറിച്ച്, ഷെയർ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കുറിച്ച്, മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ച്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച്, റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനെ കുറിച്ച്, ടാക്സ് പ്ലാനിങ്ങിനെ കുറിച്ച്, ഇൻഷുറൻസ് പ്ലാനിങ്ങിനെ കുറിച്ച്, എസ്റ്റേറ്റ് പ്ലാനിങ്ങിനെ കുറിച്ച്, ഇങ്ങനെ ഒട്ടനവധി റിലേറ്റഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങളിൽ അറിവ് പകർന്നു കൊടുക്കുക എന്നതാണ് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തുമ്പോൾ ഫിയർ എന്ന് പറയുന്ന ഫീലിംഗ് ഷെയർ മാർക്കറ്റ് ഡൗൺ ആകുന്ന സമയത്ത് പലരെയും ബാധിക്കാറുണ്ട്. അപ്പം അതിന് ഉത്തമ ഉദാഹരണമായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഇമെയിലുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു മെസ്സേജുകളിൽ നിന്നും അത് വളരെ വ്യക്തമാണ്. ഇതിന് സംബന്ധമായിട്ടുള്ള 2 എക്സാമ്പിൾ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ മോട്ടിലാൽ ഓസ്വാൾ മ്യൂച്വൽ ഫണ്ട് ലോഞ്ച് ചെയ്ത ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ടും ആക്സിസ് നിഫ്റ്റി 500 ഇൻഡെക്സ് ഫണ്ടിൻ്റെയും പെർഫോമൻസ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ പൂറാണ്. ഈ ഫണ്ടുകളുടെ IPO വളരെ റീസെൻ്റായിട്ടാണ് നടന്നത്. ആ IPO കംപ്ലീറ്റ് ചെയ്ത് ഈ സ്കീമുകൾ റീഓപ്പൺ ചെയ്ത സമയത്ത് മാർക്കറ്റ് വളരെ താഴ്ന്നുപോയിരുന്നു. ഈ ഫണ്ടുകളുടെ NAV 10 രൂപയിൽ താഴെ വരുന്നതിനുള്ള മെയിനായിട്ടുള്ള റീസണും അത് തന്നെയാണ്. ഇതിനു മുന്നേ പബ്ലിഷ് ചെയ്ത പല വീഡിയോകളിലും നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. എനിക്ക് റീസെൻ്റായിട്ട് ലഭിച്ച ചില ഇമെയിലുകളിൽ നിന്നും മറ്റ് മെസ്സേജുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഈ 2 ഫണ്ടുകളിലും നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒട്ടനവധി ഇൻവെസ്റ്റേഴ്സ് ഫണ്ടിൻ്റെ NAV 10 രൂപയിൽ താഴെ വന്നപ്പോൾ പരിഭ്രാന്തരായി ആ യൂണിറ്റുകൾ വിറ്റ് പണമാക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലേക്ക് സ്വിച്ച് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ നമ്മളെപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ നിക്ഷേപം ലോങ് ടൈമിലേക്കായിരിക്കണം. ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫണ്ടിൻ്റെ NAVനെ അഫക്റ്റ് ചെയ്യാം. ഈ 2 ഫണ്ടുകളിലും സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ 10 രൂപയ്ക്ക് ഒരു യൂണിറ്റ് വാങ്ങി 8 രൂപ 80 പൈസയ്ക്കോ അല്ലെങ്കിൽ 9 രൂപയ്ക്ക് താഴെയോ ഈ യൂണിറ്റുകൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഭീമമായിട്ടുള്ള ഒരു നഷ്ടമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഷോർട്ട് ടൈമിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് 10 അല്ലെങ്കിൽ 12% റിട്ടേൺസ് കുറയുക. എന്നാൽ അത്രയും കുറഞ്ഞ NAVയിൽ നിങ്ങൾ പണം തിരിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഫ്യൂച്ചറിലേക്ക് നമ്മളെല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഷെയർ മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യും, നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺസ് ലഭിക്കുമെന്നുള്ളതാണ്. ഷോർട്ട് ടൈമിൽ മാർക്കറ്റിലുണ്ടാകുന്ന ഇതേപോലത്തെ വേരിയേഷൻസ് അധികം കെയർ ചെയ്യാതിരിക്കുക. എന്തുകൊണ്ടാണ് ഷെയർ മാർക്കറ്റ് റീസെൻ്റായിട്ട് ഇടിവ് കാണിച്ചത്? നമ്മുടെ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റ് ഭാവിയിലേക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്
ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വീഡിയോകൾ യഥാസമയങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിലുള്ള റിസ്ക്കുകൾ മനസ്സിലാക്കാതെ ആരോ പറയുന്നത് കേട്ട് എല്ലാവരും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നു. അതുകൊണ്ട് ഞാനും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താം, 1 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ അല്ല 6 മാസത്തിനുള്ളിൽ എൻ്റെ പണം ഇരട്ടിയാകും. ഇങ്ങനെയുള്ള പല വിശ്വാസങ്ങളോട് കൂടിയിട്ടാണ് പല ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത്. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള തെറ്റായ ധാരണകൾ മാറ്റിവെക്കുക. മ്യൂച്വൽ ഫണ്ട് ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപമാണ്. ഞാനിവിടെ പ്രതിപാദിച്ച 2 മ്യൂച്വൽ ഫണ്ടുകൾ മോട്ടിലാൽ ഓസ്വാൾ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട്, ആക്സിസ് നിഫ്റ്റി 500 ഇൻഡെക്സ് ഫണ്ട്, ഈ 2 ഫണ്ടുകളുടെയും നെറ്റ് അസറ്റ് വാല്യൂ 10 രൂപയ്ക്ക് താഴെ വരുന്നതിന് സോളിഡായിട്ടുള്ള റീസൺ ഉണ്ട്. അത് ഷെയർ മാർക്കറ്റിൽ ടെമ്പററി ആയിട്ടുള്ള ഒരു ഇടിവ് കാരണമാണ് ഈ ഫണ്ടുകളുടെ NAV-കളിലും കുറവ് കാണിച്ചത്. ഷോർട്ട് ടൈമിലേക്ക് ഒരു ഫണ്ടിൽ ഇതേപോലെ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ വരുന്ന കുറവുകൾ കൂടുതലായിട്ട് നിങ്ങൾ ബോദർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പണം നിങ്ങൾ തിരിച്ചു വാങ്ങിയാൽ മാത്രമാണ് നിങ്ങളുടെ പണം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയുള്ളൂ. പക്ഷേ ഈ 2 കേസുകളിലും നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അൺറിയലൈസ്ഡ് ലോസാണ്. നിങ്ങളത് വിറ്റാൽ മാത്രമാണ് ആ ലോസ് നിങ്ങൾ റിയലൈസ് ചെയ്യുകയുള്ളൂ. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികൾ ഇതേപോലെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. പല സമയങ്ങളിലും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷൻ വന്നാൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി നിങ്ങളുടെ കോസ്റ്റ് ആവറേജ് ചെയ്യുവാനും നമ്പർ ഓഫ് യൂണിറ്റ് കൂട്ടുവാനുമായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ കോസ്റ്റ് ആവറേജിങ് എല്ലാ കേസുകളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ കോസ്റ്റ് ആവറേജ് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന കുറവ് ഇത് ടെമ്പററി ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മീഡിയം ടൈമിലേക്കും അതേപോലെ തന്നെ ലോങ് ടൈമിലേക്കും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കോണമിയിൽ വിശ്വസിക്കുക, ഇന്ത്യ രാജ്യത്തിൻ്റെ ഗ്രോത്തിൽ വിശ്വസിക്കുക, അവിടെ നിങ്ങൾ നിക്ഷേപം നടത്തുക. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി ഒരാഴ്ചയ്ക്കോ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കോ അകം വിഡ്രോ ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങൾ മാറ്റിവെക്കുക. ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇക്വിറ്റി ഫണ്ടിൽ നിക്ഷേപം നടത്തി 10 ദിവസത്തിനോ അല്ലെങ്കിൽ 1 മാസത്തിനോ ഇടയിൽ നിങ്ങൾ നിക്ഷേപം പിൻവലിച്ചാൽ ഫണ്ട് NAV-യിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇടിവ് കാരണം ഉണ്ടാകുന്ന കുറവിനും അനുബന്ധമായിട്ട് പല സമയങ്ങളിലും 0.5% മുതൽ 1% വരെയും നിങ്ങൾ റിഡംഷൻ ഫീസും കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിട്ടേൺസ് വർക്കൗട്ട് ചെയ്യുമ്പം റിയലായിട്ട് നിങ്ങൾക്ക് ഭീമമായിട്ടുള്ള ഒരു ലോസാണ് അവിടെ വന്നിരിക്കുന്നത്. ഷെയർ മാർക്കറ്റിൽ ഇതേപോലെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിലും ഇതേപോലെയുള്ള തെറ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അഥവാ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതേപോലെ ഷോർട്ട് ടൈമിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല എങ്കിൽ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയാണെങ്കിൽ കോസ്റ്റ് ആവറേജ് ചെയ്യുന്നതിലും കുഴപ്പമില്ല. റീസെൻ്റായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇടിവിനെ മുതലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെസിഫിക് ആയിട്ടൊരു ഫണ്ട് തിരഞ്ഞെടുത്തിട്ട് അതിൽ കോസ്റ്റ് ആവറേജിങ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഏതൊക്കെ സമയങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആകുന്നോ ആ സമയങ്ങളിൽ ഞാൻ ആ ഫണ്ടിൻ്റെ യൂണിറ്റുകൾ വാങ്ങാറുണ്ട്. തീർച്ചയായിട്ടും ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിൽ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് മാർക്കറ്റ് താഴുന്ന സമയങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്താൽ നമുക്ക് നല്ലൊരു റിട്ടേൺസ് ലഭിക്കുന്നത്. കാര്യങ്ങൾ ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ വ്യക്തമാക്കി തരാം. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഇന്ന് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി മാനേജ് ചെയ്യുന്നത് ഏകദേശം 64.97 ട്രില്യൺ റുപ്പീസാണ്. ജൂലൈ മാസത്തിൽ ഏകദേശം 37,113 കോടി രൂപയുടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് മ്യൂച്വൽ ഫണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. അതുകൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏകദേശം 23,300 കോടി രൂപയോളം ജൂലൈ മാസത്തിൽ SIP ആയിട്ട് തന്നെ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ലഭിച്ചു. ജൂലൈ മാസത്തിൽ ഏകദേശം 72.62 ലക്ഷം പുതിയ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇന്ന് മ്യൂച്വൽ ഫണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ഏകദേശം 19,000 കോടിയിൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകളാണ്. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള അവയർനെസ് ഓരോ ദിവസവും കൂടുന്നത് കാരണം മ്യൂച്വൽ ഫണ്ടുകളിലേക്കുള്ള നിക്ഷേപവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റകൾ അനുസരിച്ച് ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുന്നത് 22 വയസ്സിനും 30 വയസ്സിനും
ഇടയിലുള്ള യങ്ങായിട്ടുള്ള വ്യക്തികളാണ്. റെഗുലറായിട്ട് ഇൻകം ഏൺ ചെയ്യുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് കൂടുതൽ അവയർനെസ് ഉണ്ട്. അതോടൊപ്പം നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ ഫ്യൂച്ചറിലേക്കുള്ള ഗ്രോത്ത് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത് അവരുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണെന്ന് ഇതേപോലെയുള്ള വ്യക്തികൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിനുപരിയായിട്ട് ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഏകദേശം 60-62% കൂടുതൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ് നിക്ഷേപങ്ങൾ നടത്തുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള നിക്ഷേപങ്ങൾ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മെയിനായിട്ട് നിക്ഷേപം നടത്തുന്നത് ഡെറ്റ് ഫണ്ടുകളിൽ, ലിക്വിഡ് ഫണ്ടുകളിൽ, അതേപോലെയുള്ള ഫണ്ടുകളിലാണ്. മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് കൂടുതൽ അവയർനെസ് നമ്മുടെ സാധാരണ ആളുകളുടെ ഇടയിൽ ഇനിയും പ്രചരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഈ യൂട്യൂബ് ചാനൽ അതിനു വേണ്ടിയിട്ടാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക. അതോടൊപ്പം മറ്റുള്ളവരുടെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കാതെ ലോങ് ടൈമിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് എല്ലാവരും കണക്കാക്കുക. അതിൻ്റെ ബേസിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുക. ഹ്രസ്വകാലങ്ങളിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് നിങ്ങൾ മുഖവിലേക്ക് എടുക്കാതിരിക്കുക. അതോടൊപ്പം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. മാർക്കറ്റ് നാളെ ബിഹേവ് ചെയ്യുക എന്ന് നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പണം ഒറ്റത്തവണയായിട്ടോ ലംസമായിട്ടോ നിക്ഷേപം നടത്താതെ SIP റൂട്ടിൽ ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് നിക്ഷേപങ്ങൾ നടത്തുക. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ കോസ്റ്റ് ആവറേജ് ചെയ്യുവാനും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു നല്ലൊരു റിട്ടേൺസ് നേടുവാനും സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.